ഓക്ക് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയിട്ട് നല്ലാണ്ട് ഈനല്ലെന്നായി പറയണ്ട്. പുറത്ത് നല്ല മഴ. അച്ഛര എന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക്, അതായത് വിൻഡോയിലൂടെ നോക്കിയാൽ ഇതാണ് എനിക്ക് കാണുന്നത്. എനിവേസ്, ഇത് കാണിച്ചു തരാനല്ല ഞാൻ വന്നത്. എനിക്ക് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യം പറയുന്നത്. ഞാൻ പറയാൻ വന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്ക് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയിട്ട് നല്ലാണ്ട് ഈനല്ലെന്നായി പറയണ്ട്. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞ ഡയലോഗാണിത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്നതിന്റെ ഭാഗമായിട്ട് വന്ന കോൺവെർസേഷനിൽ വന്നൊരു ഡയലോഗ്. ഓക്കെ, ബട്ട് ഇതെനിക്ക് ഒഫൻസീവ് ആയിട്ട് ഫീൽ ചെയ്തില്ല. ബിക്കോസ് ഞാനും പുള്ളിയും തമ്മിലുള്ള ഇക്വേഷൻ വാസ് ലൈക്ക് ദാറ്റ്. ഹി ഈസ് കൈൻഡ് ഓഫ് എ ബ്രദർ ടു മീ. സോ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ഞാൻ ഇതിങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കുറച്ചു നാൾ മുന്നേ ഉണ്ടായിരുന്ന അഞ്ജു ആയിരുന്നെങ്കിൽ അത് ഭയങ്കര ഒഫൻസീവ് ആയിട്ട് എനിക്ക് ഫീൽ ആയേനെ. ഞാൻ ആക്ച്വലി ഈ വീഡിയോ ചെയ്യുന്നത് ഈ സിറ്റുവേഷൻ ഇത് പറയാൻ വേണ്ടിയിട്ടല്ല. ഈ സോഷ്യൽ മീഡിയയിൽ, അതായത് യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇടണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്ത കുറെ കുട്ടികളുണ്ട്. ഞാൻ എന്റെ ചാനലിൽ ഫസ്റ്റ് വീഡിയോ ഇട്ടത് 2024 സെപ്റ്റംബർ 16 ആ 2024 വീഡിയോ ഒന്ന് ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കാനുള്ള ഒരു കറേജ് വരാൻ വേണ്ടിയിട്ട് ഇറ്റ് ടുക്ക് എ ലോങ് ടൈം ഫോർ മീ. ബിക്കോസ് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, അയ്യോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കിട്ടി കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് പറയും, ലൈക്ക് കളിയാക്കൂലേ. ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടാൻ ആഗ്രഹം ഉണ്ടായിട്ട് ഇതേപോലെ ആൾക്കാർ എന്ത് പറയും, അയ്യോ എനിക്ക് പുറത്തിറങ്ങി നടക്കണല്ലോ എന്ന് ആലോചിച്ച് വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദിസ് ഈസ് യുവർ സൈൻ. സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. അൺലെസ് ആൻഡ് അണ്ടിൽ യു ആർ നോട്ട് ഹേർട്ടിങ് എനിബഡി എൽസ്, ഡു വാട്ട് എവർ യു ലൈക്ക്. അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഐ എം മേക്കിംഗ് ജസ്റ്റ് ടു ദ പീപ്പിൾ ഹു ജെന്യുവൻലി വോണ്ട് ടു സ്റ്റാർട്ട് കോണ്ടന്റ് ക്രിയേഷൻ. എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ല, എനിക്ക് ക്യാമറ നോക്കി സംസാരിക്കാൻ അറിയില്ല, ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ലടാ. ഐ സ്റ്റാർട്ടഡ് വെൻ ഐ ന്യൂ നത്തിങ്, സ്റ്റിൽ ഐ ഡോണ്ട് നോ എനിത്തിങ്. ചില വീഡിയോസ് ചിലപ്പോൾ നല്ല റീച്ച് കിട്ടും, ചില വീഡിയോസ് ചിലപ്പോൾ 1000 വ്യൂസ് പോലും പോകില്ല. ആൻഡ് ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഫൈൻ. ആൻഡ് ഓൾസോ എന്നോട് പറഞ്ഞത്, ഇവക്കൊന്നും വേറെ പണിയില്ലേ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കാൻ. എനിക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടല്ല ഞാൻ വീഡിയോ ഇടുന്നത്. ഞാൻ ഇതിനെ വീഡിയോ ഇടുന്നത് ബിക്കോസ് ഐ ലൈക്ക് ഡൂയിങ് ദിസ്. നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ. ഡു വാട്ട് എവർ യു ലൈക്ക്. അത് കഴിഞ്ഞിട്ട് ചത്തു എല്ലാരും. യൂട്യൂബറാണ്, വലിയ യൂട്യൂബറാണ്, എന്നെ ഒന്ന് വീഡിയോയിൽ ഇടല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. ഡീൽ വിത്ത് ഇറ്റ്. മൈൻഡ് ചെയ്യണ്ട, ഇതിലേ കേട്ട് ഇതിലേ വിടാ. ഇറ്റ്സ് നോട്ട് ഈസി, ഐ നോ ദാറ്റ്, ഐ ബീൻ ദേർ. ഇൻഫ്ലുവൻസർ വന്നല്ലോ നടക്കെന്നോട് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഞാൻ ചിരിച്ചങ്ങ് വിടുക. പക്ഷെ ആൾക്കാരെ നന്നാക്കാനോ പറഞ്ഞു തിരുത്താനോ അല്ല ഞാൻ ജീവിക്കുന്നത്. നിങ്ങളും അതിന് ജീവിക്കണ്ട, അത്രയും ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യുക. എല്ലാരും കുഴിയിലോട്ട് പോകും. കുറച്ചു കാലം മാത്രമേ ആൾക്കാർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അവരുടെ ലൈഫായിട്ട് പോകും. പക്ഷെ നിങ്ങൾ ഇപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ലൈഫ് ലോങ് യുൽ റിഗ്രറ്റ്. സ്റ്റാർട്ട് നൗ. ഈ കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരെ കളിയാക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, ഇഫ് യു ഡോണ്ട് ഹാവ് എനിത്തിങ് നൈസ് ടു സേ, ഡോണ്ട് സേ എനിത്തിങ് അറ്റ് ഓൾ. നല്ല കാര്യങ്ങളൊന്നും പറയാനില്ലെങ്കിൽ സിപ്പ് ഇറ്റ്, ഷട്ട് അപ്പ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ജീവിക്കൂ ആൻഡ് അവരുടെ ലൈഫ് ജീവിക്കാൻ അനുവദിക്കൂ. സോ ടേക്ക് യുവർ ഫോൺ, ഷൂട്ട് ദാറ്റ് വീഡിയോ ആൻഡ് പോസ്റ്റ് ഇറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. ബൈ.